ഞാൻ നിങ്ങളുടെ അനുമോളാണ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴേ ഞാൻ ഇന്ന് ഒരു ചെറിയൊരു ഇൻട്രോ വീഡിയോ ഞാൻ പറഞ്ഞു, പക്ഷേ അതിനകത്ത് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അത് പറഞ്ഞിട്ട് അങ്ങത്തോ ആ വീഡിയോയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ വർക്ക് കഴിഞ്ഞ് കൂടിക്കതച്ച് വരുമായിരുന്നു തിരക്ക് പിടിച്ചിട്ട്. പിന്നെ അതുമല്ല, നമ്മൾ പറഞ്ഞ ടൈമിൽ നമ്മൾ വർക്ക് തീർക്കണം എന്നുള്ളതുകൊണ്ടല്ലോ. അപ്പോൾ ഞാൻ ഓടിയെത്തി. ഞാൻ ഓൾറെഡി അവിടെ നിന്ന് പറഞ്ഞിരുന്നു ഇന്ന ടൈമിൽ എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. മേഡം അനു വന്നാൽ മതി എന്ന് പറഞ്ഞു. പിള്ളേർ വർക്കൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ ഞാൻ പറയാമെന്ന് വെച്ചാൽ, നമ്മുടെ ക്ലയൻസിൻ്റെ ഇപ്പോൾ ചിലവർക്ക് തോന്നും എന്തുകൊണ്ടാണ് അവരുടെ വീഡിയോ ഫേസ് കാണിക്കാത്തതെന്ന് ചോദിക്കും. അവരൊക്കെ പ്രീമിയം ക്ലയൻസാണ്. കാരണം അവർ അത്രയും റെപ്യൂട്ടഡ് ഫാമിലിയിലുള്ള മെമ്പേഴ്സാണ്. അവരുടെ സെക്യൂരിറ്റി റീസണും കാര്യങ്ങളും കൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഇടാത്തത്. അവരുടെ അതായത് അവരുടെ ഫേസോ അല്ലെങ്കിൽ അവരുടെ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും റിവ്യൂ ചെയ്യാത്തത്. പിന്നെ ഓൾമോസ്റ്റ് എൻ്റെ പേഴ്സണലായ ആൾക്കാർക്ക് മാത്രമേ, അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്നവർ അത്രയും എനിക്ക് വിശ്വാസമുള്ള സ്റ്റാഫാണ്. അതുകൊണ്ട് തന്നെ അവർ അത് പുറത്തൊരാളോട് പറയുകയോ മറ്റ് പബ്ലിക്കിനെ അറിയിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അവരുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുകയോ ഒന്നുമില്ല. ഇപ്പം നമ്മളൊരു വർക്ക് എടുക്കുന്നു, ഒരു വീട്ടിലെ വർക്ക് എടുക്കുക, വീട്ടിൽ പല കാര്യങ്ങളും സംഭവിക്കാം. മനസ്സിലായില്ല. അത് ആ വീടിനകത്ത് ഞങ്ങൾ വെച്ച് പോരുന്നു, അല്ലാതെ വീടിന് പുറത്തേക്ക് ഒരാളോട് ഒരു ഷെയറിങ്ങോ കാര്യങ്ങളോ. ഇപ്പം നമ്മൾ റൂമിൽ വന്നിട്ടാ ഞാൻ ഇന്ന വീട്ടിൽ വർക്കിന് പോയിട്ട് ആ വീട്ടുകാർ ഇന്നതായിരുന്നേ, ഇങ്ങനെയായിരുന്നേ, അങ്ങനെയുള്ള പറച്ചിലും ഒന്നുമില്ല. അത് അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുക എന്തുകൊണ്ട് അവർക്ക് വീഡിയോയിൽ വന്നൂടാ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഫേക്കാണോ എന്നൊക്കെ ചിന്തിക്കുക. അതുകൊണ്ടല്ല, അവരുടെ ഇതുകൊണ്ട് തന്നെയാണ്. കാരണം ഫാമിലി അത്ര റെപ്യൂട്ടഡ് ഫാമിലീസ് ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ. കാരണം അവർ ഇവിടുത്തെ എറണാകുളത്തെ മിക്കതും എൻ്റെ ക്ലയൻസ് എല്ലാവരും പ്രീമിയം ക്ലയൻസാണ്. അതുപോലെ ബിസിനസ്സേഴ്സാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഹൈ ലെവൽ ജോബിലിരിക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ അവർക്ക് അതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മളതില്ലാത്ത. അപ്പോൾ ഓൾറെഡി ഞാൻ എന്നോട് പറയുകയും ചെയ്യാനോ അതുകൊണ്ടാട്ടോ, അല്ല വേറൊന്നും കൊണ്ടല്ല എന്ന് പറയും. അപ്പം നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് എടുക്കുന്നുണ്ട്. അതിനകത്ത് അവരെല്ലാവരും റിവ്യൂ ചെയ്യുന്ന വെച്ചാൽ എഴുതും, അല്ല വീഡിയോ ആയിട്ട് ചെയ്യില്ല എന്ന് തന്നെ പറഞ്ഞാൽ എനിക്കും നിർബന്ധമില്ല അവർ വീഡിയോ ചെയ്യണമെന്ന്. എനിക്കൊരു നിർബന്ധമില്ല. അവരുടെ ഫേസ് കാണിക്കുന്നത് എനിക്ക് ആരെ അത് കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ബിസിനസ്സും എൻ്റെ ക്ലയൻസും എൻ്റെ സ്വന്തമാണ്. അവരെ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നും മാത്രമാണ് എനിക്ക് ആവശ്യം. ഇപ്പോൾ ഒരു 5 ഇയേഴ്സായി ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കൂടെയുള്ളവർ എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. എനിക്ക് ആ സപ്പോർട്ടാണ് വേണ്ടത്. അല്ലാതെ നാട്ടുകാരെ മുഴുവൻ വിളിച്ച് കാണിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. ഈ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇന്നാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒന്നും കിട്ടാനില്ല. എനിക്ക് വേണ്ടത് അതുപോലുള്ള ക്ലയൻസിൻ്റെ സപ്പോർട്ടാണ്. അവരെനിക്ക് ക്ലയൻസ് എന്ന് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ, ബട്ട് എനിക്കൊരു ഫാമിലി പോലെയാണ് കേട്ടോ. എൻ്റെ എല്ലാ ക്ലയൻസും ഓരോ ഫാമിലി പോലെയാണ് എൻ്റെ. ഞാൻ എന്താ പറയുക, എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് പുറത്തൊരു ജോലി കിട്ടി, എനിക്ക് പോകണം എന്ന് വെച്ചാൽ എനിക്ക് സങ്കടമാണ് സത്യം കേട്ടോ. അതെ, ഇന്ന് മേഡം എന്നോട് പറയുകയും ചെയ്തു, അതിന് തിരിച്ച് റഷ്യക്ക് പോകാനുള്ള ഇത് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇന്ന് മെസ്സേജ് കാണിച്ചു കൊടുത്തു. കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഇട്ടത്. അപ്പോൾ മേഡം അങ്ങനെ വേഗം കണ്ണൊക്കെ പറഞ്ഞ് ഞാൻ പോകുന്നില്ല എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയും, ഇല്ല അനുവിന് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ അല്ലേ അത്. അപ്പോൾ അനുവിനെ ഇഷ്ടമാണ്, അങ്ങനെയാ, പക്ഷെ അനു പോകുന്നത് ഞങ്ങൾക്ക് സങ്കടമുള്ള കാര്യം കേട്ടോ എന്ന് പറഞ്ഞു. അത് ഒരാളല്ല, ഓരോരുത്തരും പറയുന്ന കാര്യമാണ്. ഞാൻ പോയാൽ ഡയറക്റ്റ് ഇങ്ങനെ കാണില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വിളിക്കും, സംസാരിക്കും, വീഡിയോ കോൾ ചെയ്യും, അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു വർഷം കഴിയാതെ പിന്നെ നമ്മൾ നേരിട്ട് കാണുന്നില്ലല്ലോ. ഒരു ബന്ധം നിലനിന്ന് പോകുമ്പോൾ ഉണ്ടല്ലോ, അത് നേരിട്ട് ഉള്ള ബന്ധം എന്ന് പറയുമ്പോഴല്ലോ അത് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്, ഭയങ്കര ഫീലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെടുന്നവർ മാത്രം ചെയ്താൽ മതി, അല്ലാത്തവർ ആരും ചെയ്യണ്ട. എനിക്കൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടം ഓരോരുത്തർ കാണിക്കുന്നു. പിന്നെ എൻ്റെ വർക്ക് എന്ന് പറയുന്നത്, നമ്മൾക്ക് എല്ലാ വുമൻസിനും ആഗ്രഹം ഉണ്ടാവും സ്വന്തമായിട്ടൊരു ബ്രാൻഡ് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് കൊണ്ടുവരാൻ, സ്വന്തമായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആവുക എന്ന്. അത് അങ്ങനെ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഇന്ന് അതിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമാണ്. പിന്നെ റഷ്യപ്പോക്ക് ഞാൻ എന്തായാലും ഇല്ല. കാരണം മോൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി ഞാൻ നോക്കുന്നുള്ളൂ. കാരണം അവൻ്റെ കൂടെ ഞാൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരമ്മ എന്ന നിലയിൽ എനിക്കിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് അവൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള പരിപാടികളെല്ലാം ഉള്ളൂ. അതുവരെ ഇവിടെ ഉണ്ട്. കാരണം 10ാം ക്ലാസ് വരെ അവൻ കേരളത്തിൽ പഠിക്കണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു, വാശിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ ഏറ്റവും നല്ല സ്കൂളിൽ ചേർക്കാൻ വേണമെന്ന് എൻ്റെ വാശിയായിരുന്നു. അതുകൊണ്ട് അതെല്ലാം ആ വാശികളെല്ലാം നടന്നുകൊണ്ടിരിക്കണം. നല്ല വാശികൾ നല്ലതിനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും വാശി പിടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, നല്ല വാശികൾ പിടിക്കണം. നിങ്ങൾ നല്ല വാശികൾ പിടിച്ചാലേ നിങ്ങൾ അതിലേക്ക് എത്തുള്ളൂ. ആ വാശികളിൽ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ.
ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോൻ ഏറ്റവും നല്ല സ്കൂളിൽ പഠിക്കണമെന്നുള്ള എൻ്റെ വാശിയായിരുന്നു. ആ വാശി നടക്കുന്നുണ്ട്. എൻ്റെ മോൻ്റെ കൂടെ ഞാൻ ഉണ്ടാവണം, അവനെ ഹോസ്റ്റലിൽ ചേർക്കില്ല എന്നുള്ളത് എൻ്റെ വാശിയായിരുന്നു. ആ വാശിയും നടക്കുന്നുണ്ട്. അത് നല്ലതിനുള്ള വാശിയാണ്. അനാവശ്യമായ വാശികൾ ആരും ചെയ്യരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും എങ്ങനെയാണ്? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പോവാ. ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ അനിമോളാണ്. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നതാണ്. ഞാൻ ജോലി കഴിഞ്ഞിട്ട് വൈക്കത്ത് എനിക്ക് പോകേണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് തിരിച്ചു വരികയാണ്. അപ്പം നമ്മളിവിടെ ഒരു വീട് ഷിഫ്റ്റിങ് ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ പിള്ളേരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാനല്ല വന്നത്, കാരണം എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം കയറി വന്നതാണ്. സമയത്രേ മണിയായി, എന്നാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് വീട്ടിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നന്നായിട്ട് ചെയ്തിട്ട് അത്യാവശ്യം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. ഞാൻ കാണിച്ചു തരാം കേട്ടോ, കാണിച്ചു തരാം. ഓട്ടെ അതിൻ്റെ അത്യാവശ്യം എല്ലാം ഇത് പാക്ക് ചെയ്യാനായിട്ടുള്ള. ആ കുട്ടി ഇവിടെ ഇല്ല, അപ്പോൾ അവൾ വന്നിട്ട് അവൾക്ക് വേണ്ടാത്തത് സോർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതെല്ലാം സെറ്റ് തരം തിരിച്ച് വെച്ചിരിക്കുന്ന കേട്ടോ. നമുക്കൊരു പട്ടിക്കുട്ടിൻ്റെ ഹായ് സുഷി. ഹായ്. അയ്യോ, പിണക്കാണോ സുഷി? പിണക്കാണോ? അപ്പോൾ ഇനി ഇത്രയും കൂടെ ഉള്ളൂ. ബാക്കി പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പം നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇനി ഇത്രയും കൂടി ഇത് സോർട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ തരം തിരിച്ച് വെച്ചിരിക്കുന്ന കേട്ടോ. ഇത് ടോപ്പ്, ഷർട്ട്, ബനിയൻ അങ്ങനെ തരം തിരിച്ച് വെച്ചു. പിന്നെ ആക്സസറീസ് ഇവിടെ എടുത്ത് വെച്ചു. പിന്നെ ബാക്കിയുള്ളത് ഈ റൂമിലേക്ക് പാക്ക് ചെയ്ത് വെച്ചു അവർ. കണ്ടോ, ഫുൾ പാക്ക്ഡാണ് ഈ റൂമിലെ ഫുള്ള് സാധനം നമ്മൾ അപ്പുറത്തെ റൂമിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് ആക്കി വെച്ചതാട്ടോ. കബോർഡ്സ് ഫുള്ള് ഒഴിവാക്കിയിട്ടുണ്ട്. കബോർഡ്സ് മുഴുവനും ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ റൂമും കംപ്ലീറ്റ് ചെയ്തു. കാണിച്ചു തരാം കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ഓടിക്കതിച്ച് വന്നതിൻ്റെ ഒരു വയ്യായിക കേട്ടോ. ഇനി ഇതൊക്കെ ഇവിടെ തന്നെ അറേഞ്ച് ചെയ്യാനുള്ളതാണ്. പക്ഷേ സാധനങ്ങൾ മൂവ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇനി ബാക്കി ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിപ്പോൾ എറണാകുളമാണ്. എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്കാണ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ളത്. കാരണം 2 പേരായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നമുക്ക് വർക്കേഴ്സിന് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ അത്യാവശ്യം ചെയ്ത് കഴിഞ്ഞു. കാണിച്ചു, അടുക്കള കാണിച്ചു കഴിഞ്ഞോ? ഇല്ല, എൻ്റെ നേരെ വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ലാത്ത ആരെയും നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല. എൻ്റെ ഇത് 2 പേരും ഇവിടെ അടുക്കളയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു ഹായ് പറയും. അടുത്ത അടുക്കളയിൽ നിൽക്കുന്നുണ്ട്. ഒരു ഹായ് പറയും. ഹായ് പറയൂ. ഇവർക്കൊക്കെ വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാട്ടോ. അങ്ങനെ ഞാൻ വീഡിയോയിൽ ആക്കൂല. അവരുടെ ഷർട്ടും കൈയും മാത്രമാണ് വീഡിയോയിൽ വരിക. അപ്പം നമുക്ക് ഞാൻ സ്വതവേ നമ്മളൊരു വീട് സെറ്റ് ചെയ്യണ സമയത്ത് ഞാൻ കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്കിത് അത്യാവശ്യം ആയതുകൊണ്ട് ഞാൻ ഉണ്ടായില്ല. അപ്പോൾ ഇവർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇവരെക്കുറിച്ചുള്ളൊരു അഭിപ്രായം ഒന്ന് ചോദിച്ചു നോക്കാം. ക്യാമറയിൽ കൊണ്ടുവരാത്തത് ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. മാം, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എക്സ്പീരിയൻസ്? ഞാനുണ്ടായിരുന്നില്ല, പക്ഷെ ഇവരെങ്ങനെ ഉണ്ടായിരുന്നു? ഇവരെല്ലാം നന്നായിട്ട് ചെയ്തു. ഞാൻ വിചാരിച്ച പോലെ തന്നെ എല്ലാം നന്നായിട്ട് ചെയ്തിരുന്നു. ഇഷ്ടമായ സ്റ്റാഫ് അവരുടെ പെരുമാറ്റം എങ്ങനെയുണ്ടായിരുന്നു? വളരെ നന്നായിട്ടായിരുന്നു. ഓക്കെ അല്ലേ? ആൺപിള്ളേരാട്ടോ. നമ്മൾ പെൺപിള്ളേരെ പണിക്കെടുക്കൂല. കാരണം ഒന്നാമത്തെ കാര്യം മടിയാണ്. സത്യമല്ലേ മാം? എൻ്റെ കൂടെ ഇതിനു മുന്നേ പെൺകുട്ടികൾ പണിക്ക് വന്നിട്ടില്ലേ? ഒരു ദിവസത്തിൽ ഒരാഴ്ചക്കുള്ളിൽ നിന്നിട്ടില്ലല്ലോ. അപ്പം ആൺകുട്ടികൾ നന്നായിട്ട് ചെയ്യുന്നില്ലേ? മാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിയുമോ? അതായത് ഞാനുമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. എനിക്ക് അനുവിനെ ഇപ്പോൾ 4 വർഷമായിട്ട് അറിയാം. ആയുർവേദത്തിലൂടെയാണ് അനുവിനെ പരിചയപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഓർഗനൈസിങ് വന്നപ്പോൾ എനിക്കത് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. വളരെ നന്നായിട്ട് തോന്നി. നമ്മുടെ ഇത് എല്ലാവർക്കും ഓക്കെ ആവുന്നതല്ലേ? അതെ. അനു അവരെ ട്രെയിൻ ചെയ്ത രീതി അനുസരിച്ച് അവർ ചെയ്യുന്നതുകൊണ്ട് വളരെ നന്നായിട്ട് തന്നെ. താങ്ക് യു. ശരി, അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ ബായ്. ചെറിയൊരു വീഡിയോ കേട്ടോ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തന്നതാണ്. ഞാൻ ആകെ ടയേർഡാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പം ബൈ.